കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ ദൈവം ഇടയാക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുക. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൃപയുടെ ക്രിസ്തു യേശുവിലുള്ള ശക്തിപ്പെടുവീൻ. ക്രിസ്തു യേശുവിലൂടെ ശക്തിപ്പെടുവീൻ. ഇവിടെ അടുത്ത അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയെ പഠിച്ചു നോക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ നമ്മൾ 1 മുതൽ 2 ഇങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മാളിക റൂമിൽ എല്ലാവരും ഒരുമിച്ച്, യേശുവിൻ്റെ അമ്മയും എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ കൊടിയ കാറ്റ് അവിടെ മേൽ പകർന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8-ാം വാക്യം വരെ നമ്മളവിടെ വചനം പഠിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, തൻ്റെ അവിടെയുള്ള വിശ്വാസികളോട് പറയുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ഇരിക്കുന്ന ഇരിപ്പിടം കുലുങ്ങുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. എന്താണ്? അവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ നടക്കുക. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, നാം ഏത് വിഷയമാണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു വിടുതലുണ്ട്. ഇവിടെ പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയുന്നത് സമരിയ പട്ടണം, ദേശം എന്ന് വേണ്ട യഹൂദിയ സകല സംസ്ഥാനങ്ങളിലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ നാം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ ഇടയായിത്തീരും. സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോട് പ്രസ്താവിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് പകരണമെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നാം ദൈവത്തോട് അടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ഇരിക്കുന്ന ഇരിപ്പിടം കുലുങ്ങുവാനിടയായിത്തീരും. എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന തീ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് പകരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ആ വ്യത്യാസം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വളർന്ന് എല്ലാത്തിലും ഒരു വിടുതൽ, മഹത്വം ഇറങ്ങുവാനിടയായിത്തീരും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവവചനം പ്രസ്താവിക്കുവാനുള്ള ധൈര്യം, ദൈവത്തിൻ്റെ കൃപ അവിടെ മേൽ പകരുവാനിടയായി തീർന്നത്. ഇന്നും കർത്താവായ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നിന്റെ പ്രാർത്ഥന റൂമിൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ഹല്ലേലൂയ നിന്നെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ഹല്ലേലൂയ വചനത്താൽ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവവൈതലെ നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് വചനത്താൽ നിന്നെ ശക്തീകരിപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. വചനത്താൽ നിന്നെ നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിന്റെ കാലുകൾ പതറിപ്പോകുമ്പോൾ നിൽക്കുന്ന നിൽപ്പ് ഹല്ലേലൂയ ഇടറിപ്പോകുമ്പോൾ ഹല്ലേലൂയ ഇവിടെ സ്വർഗീയ പിതാവായ ദൈവം പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ എൻ്റെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ കൃപ പകർന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞ്. അപ്പോൾ ദൈവത്തിൻ്റെ നാം പ്രാർത്ഥിക്കുന്ന റൂമിനകത്ത് ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആ അനുഭവത്തിലൂടെ ദൈവവചനത്തിൽ നമ്മൾ പ്രസ്താവ
പ്രാപിക്കുമ്പോൾ ആ വചനത്തിലൂടെ വിടുതൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും, അത്ഭുതങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീരും, അടയാളങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവ് എന്താണോ പറയുന്നത് അതിനെ ആഗ്രഹിച്ച് നമ്മെ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുക. കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. അപ്പോൾ കർത്താവായ ദൈവത്തിന്റെ തിരുസന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. പ്രാർത്ഥനയിലാണ് ശക്തി പ്രാപിക്കേണ്ടത്, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ. പ്രാർത്ഥിക്കണമെങ്കിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കൃപയാൽ ശക്തി പ്രാപിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഭാഷ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശക്തിപ്പെടുമെങ്കിലും അതിലുപരിയായി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ പകരുവാനിടയായിത്തീരും. നാം ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആർക്കൊക്കെ പ്രാർത്ഥിക്കുന്നു അവിടെയൊക്കെ ചലഞ്ച് ഉണ്ടാകുവാനിടയായിത്തീരും, അവിടെയൊക്കെ വിടുതൽ ഉണ്ടാകുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നാം ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൽ മുമ്പോട്ട് പോകാം. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മൾ ഓരോരുത്തരെയും നാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.